ഹായ് ഗായ്സ്, ഇന്ന് ഓണമല്ലേ. ഞാൻ പൂ കളക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഉറക്കമൊക്കെ എഴുന്നേറ്റ് മുഖമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക്ക് വിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും, അല്ലെങ്കിൽ മേക്കപ്പ് ഇടാത്തത് കൊണ്ട് ഒരു ഫ്രഷ്നെസ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടു. എന്നിട്ട് ഞങ്ങൾ ലിഫ്റ്റിൽ കയറി താഴത്തെ ഫ്ലോറിൽ പോവുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന 11th ഫ്ലോറിലാണ്. അപ്പം ഫസ്റ്റ് ഫ്ലോറിൽ ഇറങ്ങിയിട്ടാണ് പുറത്ത് പോവേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഗൊമ്മി മീൻസ് വേസ്റ്റ് കളഞ്ഞു കഴിഞ്ഞിട്ട് മോളും ഞാനുമായിട്ട്, മോള് സൈക്കിളിലാണ് പോകുന്നത്. അവളുടെ കുഞ്ഞ് സൈക്കിളിൻ്റെ ബോക്സിനകത്ത് ഫ്ലവർ വെച്ച് കൊണ്ടുവരാൻ പറ്റും. ഞാനും മോളുമായിട്ട് പൂ കളക്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് ഞാൻ പൂ കളക്ട് ചെയ്യുന്നുണ്ട്. മോളുടെ സൈക്കിളിൻ്റെ ബോക്സിനകത്ത് കൊണ്ടുവച്ചു. ഓരോരോ ഫ്ലവറായിട്ട് പറിച്ച് ഞങ്ങൾ കൊണ്ടുവച്ചു. ഫ്ലവേഴ്സെല്ലാം ഇറുത്തെടുക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. ഞങ്ങളിങ്ങനെ ഓരോരോ ഫ്ലവറായിട്ട് നിന്നപ്പോൾ ഇത് ചെമ്പരത്തിയാണ്, ഹൈബിസ്കസ്. ചെമ്പരത്തിയുടെ പല വെറൈറ്റി ഇവിടെ ജപ്പാനിൽ കിട്ടാനുണ്ട്, പല സ്ഥലത്തും ഇത് ഉണ്ട്, അവൈലബിളാണ്. അങ്ങനെ ഞങ്ങൾക്ക് 3 ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. അടുത്ത ഫ്ലവർ അന്വേഷിച്ച് ഞങ്ങൾ നടക്കുകയാണ്. അപ്പോഴത്തേക്കും മോള് പറഞ്ഞു മോൾക്കും ഫ്ലവർ ഇറുത്തെടുക്കണം. അതുകൊണ്ട് മോളെ കൊണ്ട് ഫ്ലവർ ഇറുത്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വൈറ്റ് ഹൈബിസ്കസ്, അവിടെ വൈറ്റ് ഹൈബിസ്കസും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലവറിൻ്റെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നില്ലേ, ഇതെന്ത് സംഭവമാണെന്നറിയില്ല. ഞങ്ങൾ കുഞ്ഞിലെ ഇതിൻ്റെ ഒരു ഫ്രൂട്ട് ഉണ്ടാവും, അത് ഞങ്ങൾ കഴിക്കുമായിരുന്നു. പക്ഷേ പേരൊന്നും എനിക്കറിയത്തില്ല. അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഇതൊക്കെ പറിച്ചിട്ട് ഞങ്ങൾ പൂക്കളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇത് കാണാൻ തന്നെ ഒരു പൂക്കളം പോലെ ഉണ്ട്. പല കളേഴ്സും സർക്കിൾ ഷേപ്പും ഒക്കെ കാണുമ്പോൾ ശരിക്കും ഈ ഫ്ലവർ തന്നെ കാണാനായിട്ടൊരു അത്തപ്പൂ പോലെ ഉണ്ട് കാണാനായിട്ട്. മോളും ഇറുത്തെടുക്കുന്നുണ്ട് ഫ്ലവർ. അങ്ങനെ ചില ഫ്ലവേഴ്സൊക്കെ പൊഴിഞ്ഞു പോയി. അതുകൊണ്ട് ഞാനും കെയർഫുള്ളായിട്ടാണ് എടുക്കുന്നത്. ലയമോളുടെ സൈക്കിളിൻ്റെ ബോക്സ് കുറച്ച് നിറഞ്ഞിട്ടുണ്ട്. മോർണിംഗ് ടൈമാണ്, കുറേ പീജൻസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ വീണ്ടും നടന്ന് പോയപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് ഫ്ലവർ ഒരു ബുഷിൽ ഒത്തിരി ഫ്ലവറായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഒട്ടും വൈകിയില്ല, നേരെ പോയി അത് കുറേ പറിച്ചെടുത്തു, അത് കുറേ ഇറുത്തെടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും നല്ല മഞ്ഞ കളർ ഫ്ലവർ. മഞ്ഞ കളർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പൂക്കളമിടുമ്പോൾ കളർഫുള്ളായിരിക്കുന്നതല്ലേ ഭംഗി. ഇപ്പം മഞ്ഞ, പർപ്പിൾ, പിങ്ക്, ഡാർക്ക് ഷെയ്ഡ് കളേഴ്സ്, ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ മഞ്ഞ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. ആ ബുഷിൽ കുറേ ഉണ്ടായിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി മഞ്ഞ കളർ ഫ്ലവറൊക്കെ ഇറുത്തെടുത്തു. തീരുന്നില്ല, അത്രയ്ക്കുണ്ട്. ഞങ്ങൾ കുഞ്ഞു പൂക്കളമല്ലേ ഇടുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഫ്ലവർ മതിയാകും. അതും കഴിഞ്ഞു. മോള് സൈക്കിളിൽ എടുത്ത് പോവുകയാണ്. അടുത്ത എവിടെയാണ് ഫ്ലവർ ഉള്ളത് ആ ലൊക്കേഷൻ നോക്കി ഞങ്ങൾ പോവുകയാണ്. നോക്കിയപ്പോഴത്തേക്കും ഞാൻ പിന്നെ കുറച്ച് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ഇങ്ങനെ നടന്ന് പോയപ്പോൾ അവിടെ
വേറൊരു പിങ്ക് കളർ ഡാർക്ക് പിങ്കിൽ ഒരു ഫ്ലവർ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കാണാൻ. അതൊരു വലിയ മരമാണ്. ഞാനത് ഷൂട്ട് അത് എടുത്തില്ല, ഫ്ലവർ മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ അത് നല്ല ഭംഗിയുള്ളൊരു വലിയ മരമായിരുന്നു. ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ അത് കാണിച്ചു തരാം, അത് ഫ്ലവറായിട്ട് നിൽക്കുന്നത് കാണാൻ. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും വേറൊരു യെല്ലോ കളർ ഫ്ലവർ, അതിൻ്റെ അടുത്തൊരു കാറ്റർപില്ലർ. ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ പിന്നെ ആ യെല്ലോ കളർ ഫ്ലവറും എടുത്തെടുത്തു. ശരിക്കും ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഫ്ലവർ എടുത്തെടുക്കുമ്പോൾ ശരിക്കും ഞങ്ങൾ കുഞ്ഞിലെ ബ്രദേഴ്സൊക്കെ ആയിട്ട് പോയിട്ട് ഫ്ലവർ എടുക്കത്തില്ലേ, അതാ ഓർമ്മ വന്നത്. നല്ലൊരു വലിയ മരമാണ്. ഞാനത് പിന്നീട് കാണിച്ചു തരാം. പക്ഷേ ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഇതുപോലെ ഉണ്ടാവും. ഇത് ട്രീ ഫുള്ള് ഇതുപോലെ ഫ്ലവർ നിറഞ്ഞ് നിൽക്കും. ഞാൻ വേറൊരു ദിവസം ആ ഫ്ലവർ കാണിച്ചു തരാം കേട്ടോ. ഫ്ലവർ ഗേളായിട്ട് കുഞ്ഞാവയെ പിടിച്ച് നിർത്തി, ലയമോളെ പിടിച്ച് നിർത്തി ഫ്ലവർ ഗേളായിട്ട് ഞാനും കുറച്ച് പോസൊക്കെ ചെയ്യുന്നുണ്ട്. മോള വീഡിയോ എടുത്തത്, അതുകൊണ്ട് അത്ര വ്യക്തമല്ല. പക്ഷേ ഞാൻ പറ്റുന്ന രീതിയിൽ ഞാനും എടുത്തു ഫോട്ടോസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു പാർക്കിൽ പോയപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ കാണുന്ന സെയിം ഫ്ലവറില്ലേ, അത് എടുത്തെടുക്കാനാണ് പോയത്. പക്ഷേ അത് വിരിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് 10 മണി പൂവെന്തുവാണ്. അപ്പം ടൈമുണ്ടല്ലോ, ചില ഫ്ലവേഴ്സ് ആ ടൈം ആകുമ്പോഴേ വിരിയത്തുള്ളൂ. അപ്പം അങ്ങനെ എന്തുവാണ്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ കുറേ പീജിയൻസൊക്കെ അവിടെ നിന്ന് കൊത്തിപ്പെറുക്കി എന്തൊക്കെയോ കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടത് ഉടനെ ആ പീജിയൻസൊക്കെ പറന്നുപോയി. അത് കഴിഞ്ഞ് ഞങ്ങളൊരു പർപ്പിൾ കളർ ഹൈബിസ്കസിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഇപ്പോൾ. അങ്ങനെ അത് കുറേ എടുത്തെടുത്തു. മോൾക്ക് എത്തുന്നില്ല, എങ്കിലും അവൾ ഫ്ലവർ എടുത്തെടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആയപ്പോൾ ഏതാണ്ട് ലയമോളുടെ സൈക്കിളിൻ്റെ ബോക്സ് ഫില്ലപ്പ് ആയിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഫ്ലവർ എടുത്തെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് മാത്രം വീണ്ടും വീണ്ടും കിള്ളിയെടുക്കുന്നതാണ്. ഇനി ഈ ഫ്ലവറെല്ലാം എടുത്ത് ഓരോ ഫ്ലവറായിട്ട് പിച്ചി അതിനെ പൂക്കളമാക്കണം. അപ്പോഴേ അതിന് നല്ല ഭംഗിയുണ്ടാവും. നമ്മുടെ അവസാനത്തെ കളക്ഷനും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ലിഫ്റ്റെത്തി 11th ഫ്ലോർ പ്രസ് ചെയ്തു. കണ്ടോ, 11 കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, 11th ഫ്ലോർ പ്രസ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. 11th ഫ്ലോർ എത്തി. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് എത്തിയപ്പോഴത്തേക്കും വീട്ടിൽ ബാൽക്കണിയിൽ ഒരു പീജിയൻ, ഞാനത് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും അത് പറന്നുപോയി. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന ഫ്ലവേഴ്സ് എല്ലാം എടുത്ത് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുന്ന ചടങ്ങ് അത് ഞാനാണ് ചെയ്യുന്നത്. അപ്പം ഓരോരോ ഫ്ലവറായിട്ട് എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുന്ന, അങ്ങനെയാണെങ്കിലല്ലേ ഓരോരോ പെറ്റൽസായിട്ട് എടുത്തിട്ട് പൂക്കളം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഓരോന്നായിട്ട് ഗ്രൂപ്പായിട്ട് ഞാൻ വച്ചിട്ടുണ്ട്. വെറുതെ കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഓരോരോ ഫ്ലവറായിട്ട് ഞാൻ സൂം ചെയ്തെടുക്കാൻ ട്രൈ ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ വലിയ പെറ്റൽസുള്ള ഹൈബിസ്കസ് ഒക്കെ ഉണ്ടല്ലേ, അതെല്ലാം കുഞ്ഞ് ഇതായിട്ട് ഞാൻ പിച്ചിയെടുക്കും. അങ്ങനെ പിച്ചിയെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു സർക്കിൾ ഷേപ്പിലാണ് ഫോം ചെയ്തേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ത്രെഡിങ്ങിന് പോയപ്പോഴത്തേക്കും തിരിച്ച് വന്നപ്പോൾ ഇപ്പോൾ ശരിക്കും നല്ല ഫ്രഷായിട്ടല്ലേ, അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും ആ പൂ ഇച്ചിരി ഒന്ന് വാടിപ്പോയി. അപ്പം ഞാൻ വേറൊരു ഡിസൈൻ ഉണ്ടാക്കി. ആ ഡിസൈൻ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അങ്ങനെ അവസാനം ഞാൻ ഒരു പൂക്കളം ഉണ്ടാക്കി.
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പൂക്കളം ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഹാപ്പി ഓണം ടു ഓൾ. ബൈ.